ഹലോ. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. കണ്ടില്ലേ എൻ്റെ ടെറസിൻ്റെ മുകളിലുണ്ടായ കുമ്പളങ്ങ? എന്തൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് നല്ലോണം കാണാൻ വേണ്ടിയിട്ടാട്ടോ കുമ്പളങ്ങനെ ഞാൻ അങ്ങനെ പോസ് ചെയ്ത് നിർത്തി. അപ്പം അത് പാകമായപ്പം മുറിച്ചെടുത്തു, കാരണം അത് അത്യാവശ്യം മൂപ്പായിക്കണു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പിറന്നാൾ വ്ളോഗായിട്ടാണ്. അപ്പോൾ വേറെ ആരുടെയല്ല, എൻ്റെ തന്നെയാണ്. അപ്പം നമുക്ക് ഇന്ന് മുറിച്ചെടുത്ത കുമ്പളങ്ങിയിട്ട് ഒരു സദ്യ ഉണ്ടാക്കാം. അപ്പോൾ അത് 2 കഷ്ണമായിട്ട് മുറിക്കുകയാണേ. എന്നാന്ന് നമുക്ക് കറികൾക്കൊക്കെ എടുക്കാമല്ലോ ആവശ്യത്തിന്. മുഴുവനും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അത് 2 പീസായിട്ട്, ഒരു പീസ് ഫ്രിഡ്ജിൽ വെച്ച് മറ്റേ പീസ് കൊണ്ടുവന്ന് ആവശ്യത്തിന് എടുത്ത് കറികൾ ഉണ്ടാക്കാം. ബാക്കി വല്ലവർക്കും കൊടുക്കാമെന്നും വിചാരിച്ചു. അപ്പോൾ അത് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനെ മൂടാൻ വേണ്ടിയിട്ട് ടെറസിന്മേൽ തന്നെ നിന്നാൽ ഒരു കഷ്ണം വാഴയുടെ ഇലയും കിട്ടും. അപ്പോൾ അത് ഭദ്രമാക്കി വെച്ചിരിക്കണു. ഇനി ഊണ് കഴിക്കാനുള്ള ഇല മുറിക്കലാണ് അടുത്ത യജ്ഞം. നല്ല കാറ്റായതുകൊണ്ട് ആകെ ഒരു ഇലയെ കിട്ടാറുള്ളൂ. അത് കേടുവരുന്നതിൻ്റെ മുമ്പ് വേഗം മുറിച്ച് വെക്കുകയാണ്. എന്നാൽ പിന്നെ ഇല തിരഞ്ഞ് നടക്കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നടന്നത് തലേന്ന് ദിവസമാണേ. പിറ്റേന്ന് ദിവസമായി. അപ്പോൾ അത് ആ കുമ്പളങ്ങേനെയൊക്കെ കഷ്ണമാക്കി നുറുക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് ഒരാൾ. ബാക്കിയുള്ള പച്ചക്കറികളും കൂടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കുമ്പളങ്ങയുടെ ബാക്കി കഷ്ണം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ മുഖമൊക്കെ ചെത്തിക്കളയണു. എന്നാലേ അതിൻ്റെ മുഖത്തിനൊരു നിറവ്യത്യാസം ഉണ്ടാവുമല്ലോ നമ്മൾ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ. അപ്പം അതൊക്കെ എടുത്ത് കളയാണ്. അതിന് ശേഷം ആവശ്യത്തിനുള്ളൊരു കഷ്ണമായിട്ട് കുമ്പളങ്ങ തന്നെ എടുക്കണു. പിന്നെയും അധികമൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ, കുറച്ചേ ആവശ്യമുള്ളൂ. പിന്നെ നാടനായതുകൊണ്ട് കുറേ ദിവസം ഇരിക്കുമല്ലോ കേടുവരാണ്ട്. അതൊരു സമാധാനം. കാരണം എനിക്ക് വലിയ പച്ചക്കറികളൊക്കെ കുറേ കാണുന്നതേ ഒരു ടെൻഷനാണ്. ഇതേ അടുപ്പത്ത് സാമ്പാറിന് കുമ്പളങ്ങ തന്നെ ഉണ്ട് സാമ്പാറിലും. അത് വേവിക്കുന്നു. അതിന് ആവശ്യമായിട്ടുള്ള സവോളയും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കേക്ക് വന്നിട്ടുണ്ട്. ഈ കേക്ക് എൻ്റെ മകൾ ഓർഡർ ചെയ്തതാണ്. എനിക്കൊരു സർപ്രൈസ് തന്നിട്ട്. ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല കേക്ക് ഓർഡർ ചെയ്തത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു കുട്ടി കേക്കായിരുന്നു. അധികം ആരും ഇല്ലാത്തതുകൊണ്ടാണ് വലിയ കേക്കൊന്നും ഓർഡർ ചെയ്യാത്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ആയിരുന്നു കേക്ക്. നിങ്ങൾ വിചാരിക്കണ പോലെയുള്ള വലുപ്പമൊന്നുമില്ല കേട്ടോ. അതൊരു മിനി കേക്കാണ്. പക്ഷെ ആ സർപ്രൈസ് തന്നതിലാണല്ലോ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. കേക്കിൻ്റെ വലുപ്പത്തിലല്ല. അപ്പോൾ ഇതാ എനിക്ക് സദ്യ വിളമ്പി തരുന്നു. ഇപ്പോൾ ഭഗവാനെയൊക്കെ ഒന്ന് തൊഴുതു. എന്നിട്ട് സദ്യ കഴിക്കാനുള്ള തയ്യാറെടുപ്പിൽ. അധികം വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഒരു മിനി സദ്യയാണ്. കണ്ടമാനം ഭക്ഷണം കണ്ടാൽ എനിക്ക് ഭയങ്കര ടെൻഷനാവും. ഞാനൊക്കെ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളായതുകൊണ്ട് കുറച്ച് കറികൾ മാത്രം മതി, അതിന് ഞാൻ സംതൃപ്തിയാവും. അപ്പോൾ കണ്ടോളൂ എൻ്റെ ഭക്ഷണം, എൻ്റെ സദ്യ. അത് നെല്ലിക്ക അച്ചാറാണ്, പപ്പടമുണ്ട്. പിന്നെ ഞങ്ങൾ മുളകാപ്പച്ചടി എന്നാണ് പറയുക. ചിലർ പുളിയിഞ്ചി എന്നും പറയും. എല്ലാം കൂട്ടിയിട്ടൊരു സദ്യ. താങ്ക് യു.